എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ലാബ്സ് MHL. ഈ പ്രഭാത കൂട്ടായ്മയുടെ പിൻബലം സൗഹൃദത്തിലൂന്നിയ ആരോഗ്യമാണ്. മഞ്ഞും മഴയും കൂസാതെ എല്ലാ ദിവസവും ഒത്തുകൂടുന്ന ഇവർ ആരോഗ്യത്തോടൊപ്പം തങ്ങൾക്കിടയിൽ സൗഹൃദവും വളർത്തിയെടുക്കുകയാണ്. കൊടുങ്ങല്ലൂരിലെ എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരളവർമ്മ സ്കൂൾ ഗ്രൌണ്ട് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബ്ബിൽ 50-ലധികം അംഗങ്ങളുണ്ട്. വർഷങ്ങളായി സ്കൂൾ ഗ്രൌണ്ടിൽ വ്യായാമം ചെയ്തിരുന്നവർ 2 വർഷം മുമ്പാണ് ക്ലബ്ബ് രൂപീകരിച്ചത്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ ക്ലബ്ബിൽ അംഗങ്ങളാണ്. ദേശീയ സംസ്ഥാന കായിക താരമായ സതീഷ് ബാബുവാണ് ക്ലബ്ബിന്റെ പരിശീലകൻ. ആരോഗ്യ സംരക്ഷണത്തിന് പുറമെ സാമൂഹ്യ സേവനവും ഈ കൂട്ടായ്മയുടെ ലക്ഷ്യമാണ്. ലഹരിക്കെതിരെയുള്ള കൂട്ടയോട്ടം ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ ക്ലബ്ബ് നടത്തിവരുന്നുണ്ട്. കേരളവർമ്മ സ്കൂളിന്റെ ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിൽ പല കാലഘട്ടങ്ങളിലായിട്ട് പല പ്രദേശത്തു നിന്നും, എടവിലിൽ നിന്നും, എറിയാടിൽ നിന്നും, കൊടുങ്ങല്ലൂരിൽ നിന്നും, മേത്തഭാഗത്തു നിന്നൊക്കെ വന്ന് ഈ ഗ്രൗണ്ടിൽ പല സമയങ്ങളിൽ എക്സർസൈസ് ചെയ്യാറുണ്ട്. ഓടുകയും അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ആ ഒരു സംവിധാനത്തിന് കുറച്ച് നാൾക്ക് മുമ്പ്, ഏകദേശം 1 വർഷത്തിന് മുമ്പ് നമ്മൾ ഒന്ന് ക്രോഡീകരിച്ച് അവരെല്ലാവരെയും കൂടി ഒരു ഗ്രൂപ്പാക്കി നമ്മളൊരു ആക്ടിവിറ്റീസ് കൃത്യമായി ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ക്ലബാക്കി മാറ്റിയിരിക്കുന്നു. ഇതിൽ കേരളവർമ്മ ഗ്രൗണ്ട് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ ക്ലബ്ബ് എന്ന് പറഞ്ഞ രീതിയിലൊരു ക്ലബ്ബ് നമ്മൾ രൂപീകരിക്കുന്നു. അത് സർക്കാരിൽ അതിൻ്റെ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യും. അതിൻ്റെ ഇതിലൊരു 54 പേര് ഇപ്പോൾ അതിനകത്ത് ലൈഫ് മെമ്പർമാരായി തന്നെ ചേർന്ന് എല്ലാ ബുധനാഴ്ചകളിലും ഒരു പ്രത്യേക നമ്മൾ നിജപ്പെടുത്തിയിട്ടുള്ള യൂണിഫോമിൽ എല്ലാവരും വന്ന് എല്ലാ ദിവസം വരികയും എക്സസൈസ് ചെയ്യുകയും ചെയ്യും. എല്ലാ ബുധനാഴ്ചകളിലും ഞങ്ങളൊരു യൂണിഫോം ഡേ എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാമും മറ്റു കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഈ പല സ്വഭാവത്തിലുള്ള ആളുകൾ, പല പ്രദേശത്ത് പല ജോലികൾ ചെയ്യുന്ന ആളുകൾ ഒക്കെ, പല വിശ്വാസത്തിലുള്ള ആളുകൾ, പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ എല്ലാവരെയും കൂടി ക്ലബ് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളതിനിടയിൽ ഈ ആഗസ്റ്റ് 15-നും അതിക്ക് മുമ്പും ഇവിടെ ഡ്രഗ്സിനെ സംബന്ധിച്ച് വലിയ വ്യാപകമായ പരാതികളൊക്കെ വന്നപ്പോൾ കായിക വിനോദമാണ് ലഹരി എന്ന മുദ്രയ്ക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആഗസ്റ്റ് 15-നും അതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പോൾ കായിക വിനോദമാണ് ലഹരി എന്നുള്ള ഒരു മുദ്രയ്ക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും നവംബർ മാസത്തിൽ ഒരു ഓൾ കേരള ബേസിൽ ഒരു മാരത്തോൺ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ബുധനാഴ്ചകളിൽ പ്രത്യേക യൂണിഫോം ധരിച്ചാണ് ക്ലബ് അംഗങ്ങൾ ഗ്രൌണ്ടിലെത്തുക. ക്ലബ് അംഗങ്ങളിൽ പലരും വിവിധ കായിക മത്സരങ്ങളിൽ പങ്കാളികളാകാറുണ്ട്. ക്ലബ് അംഗവും വിദ്യാർത്ഥിനിയുമായ സോന ജില്ലാതല മത്സരങ്ങളിൽ വിജയിയാണ്. ഏകദേശം ഇവിടെ ഒരു 10 വർഷത്തോളമായി ഞാൻ ഇവിടെ വരാൻ തുടങ്ങി. ഞാൻ വരുമ്പോൾ ഇവിടെ ഒരാളുണ്ടായിരുന്നുള്ളൂ, നാസർ എന്ന് പറഞ്ഞ ആളിന്ന് വന്നിട്ടില്ല, പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് പല ഭാഗത്തു നിന്നുള്ളവരും ഇവിടെ എത്തിച്ചേർന്നു. അത് പിന്നെ ഞങ്ങളിങ്ങനെ ഇപ്പം ഒരു 2 കൊല്ലമായി ഞങ്ങളൊരു ക്ലബായിട്ട് രൂപാന്തരം പ്രാപിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വലിയൊരു മാരത്തോൺ സംഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ. സോന ഞങ്ങളെ ക്ലബിൻ്റെ ഒരു അഭിമാന താരവും. ഈ കഴിഞ്ഞ ജില്ലാ മീറ്റിൽ 200-ൽ ഫസ്റ്റും 100-ൽ സെക്കൻഡും പ്രൈസ് ജില്ലാതലത്തിൽ നേടിയിട്ടുണ്ട്. ഈ സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീകൾ എത്ര പേരുണ്ട് മെമ്പർമാരായിട്ട്? സ്ത്രീകള് 6 പേരുണ്ട്. പിന്നെ പലരും ഇങ്ങനെ വന്നു പോണുണ്ട്. കുറെ പേര് കുറച്ചാൾ വരും, പിന്നെ നിർത്തും. അത് സ്വാഭാവികമാണല്ലോ. സ്പോർട്സ് കൗൺസിൽ വിഭാവനം ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ നമ്മൾ പരിശീലനത്തിന് ഉപയോഗിക്കുന്നത്. സ്പോർട്സ് കൗൺസിൽ അങ്ങോട്ട് സതീഷ് ഭായി ആളാണ് ട്രെയിനി പുള്ളിയാണ്. പിന്നെ ഞങ്ങൾ ഈ മാസ്റ്റേഴ്സിന്റെ കുറെ ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ ഇങ്ങനെ മത്സരങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ ഇവിടെയുള്ള പലരും അതിൽ പങ്കെടുക്കാറുണ്ട്. സതീഷ് അതിൽ പങ്കെടുത്ത് പ്രൈസൊക്കെ കിട്ടുന്ന ആളാണ്. ക്ലബ് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ EV രമേശൻ, സെക്രട്ടറി അമാനുർ റഹ്മാൻ, ട്രഷറർ സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകുന്ന ക്ലബ്ബ് സംസ്ഥാന തലത്തിൽ മാരത്തോൺ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഒരു കുട്ടി ജില്ലാ ഫസ്റ്റ് വന്നപ്പോൾ എന്നെ കോച്ചായിട്ട് വിളിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഞാൻ പല ഗ്രൗണ്ടുകളിലും പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ല കൂട്ടായ്മയോടുകൂടി നടക്കുന്ന ഒരു ക്ലബ്ബ് വേറെ കണ്ടിട്ടുണ്ട്.
വളരെ നല്ല രീതിയിൽ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനും ഇപ്രാവശ്യം അമേച്ചർ അത്ലറ്റിക് ജില്ലാ ഫസ്റ്റ് വന്നിട്ടുണ്ട് കുട്ടി. ഇപ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം ലഹരിക്കെതിരായിട്ട് നടത്തുന്ന ഈ സംരംഭത്തിൽ എല്ലാവരും ഇവിടുത്തെ ഒട്ടുമുക്ക 90% ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് നടന്നു പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പ്രാക്ടീസ് ടൈമുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. നമ്മളിപ്പോൾ ഫീസ് ഈടാക്കിയിട്ടൊന്നുമല്ല വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളായാലും പുതിയ പുതിയ താരങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. സ്കൂളിൽ ഇപ്പോൾ നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ഗ്രൗണ്ടൊക്കെ ഇനി നന്നാക്കാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ശരീരത്തോടൊപ്പം മനസ്സിനെയും ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്ന ഈ കൂട്ടായ്മ നാടിന് മാതൃകയായി മാറുകയാണ്.